ജമ്മുകശ്മീരിൽ സ്ഫോടനമുണ്ടായ നൌഗാം പോലീസ് സ്റ്റേഷനും പരിസരവും കനത്ത സുരക്ഷയിലാണ്. സ്ഫോടന കാരണം തേടിയുള്ള അന്വേഷണം തുടരുകയാണ്. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ മേഖലയിലെ NIA, NSG സംഘങ്ങൾ വ്യാപക പരിശോധനയും നടത്തുന്നുണ്ട്. പിയാസുൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ തുടരുകയാണ്. NIA-യുടെയും NSG-യുടെയും പ്രത്യേക സംഘങ്ങൾ അതിനായി ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സ്ഫോടനം നടന്ന മൂന്നാമത്തെ ദിവസമാണ്. പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷന്റെ സമീപത്തുള്ള വീടുകളുമൊക്കെ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പുറമേ നിന്ന് ആർക്കും ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല. നമ്മൾ ഇന്ന് അതിരാവിലെ ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് വരെ എത്തിയിരുന്നു, അതിന്റെ സമീപത്ത് വരെ എത്തിയിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ എടുക്കാൻ സൈനികർ അനുവദിച്ചില്ല. പെട്ടെന്ന് തന്നെ നമ്മളോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും ഈ സ്ഫോടനം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അപകടമാണ് സംഭവിച്ചത് എന്ന് ജമ്മുകശ്മീർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു സ്ഫോടക വസ്തു എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത്? ഫരീദാബാദിൽ നിന്ന് കൊണ്ടുവന്ന 350 കിലോ സ്ഫോടക വസ്തു വായു കടക്കാത്ത കണ്ടെയ്നറുകളിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു. ആ കണ്ടെയ്നറുകൾ തുറന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചു തന്നെയാണോ ഈ പരിശോധന നടത്തിയത്, അതോ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. ഏതായാലും ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട വ്യാപകമായ റെയ്ഡും പരിശോധനകളും കശ്മീരിലാകെ നടക്കുന്നുണ്ട്. സംശയമുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ അവിടെ പരിശോധനകൾ തുടരുകയാണ്. ഏതായാലും വലിയ നെറ്റ്വർക്ക് തന്നെ ഈ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ഫരീദാബാദിലെ അൽഫല സർവകലാശാല മോഡ്യൂളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കശ്മീരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. പിയാസുലിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.